CPIMൽ ഏതൊക്കെ തലങ്ങളിൽ കൂടിയാലോചന നടന്നു? ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് പരിപാടികൾ റദ്ദാക്കി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, കൂടിയാലോചനകളിൽ പങ്കെടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയോട് അല്പം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മന്ത്രിസഭാ യോഗം കഴിയട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ മുഖ്യമന്ത്രി എടുത്ത നിലപാടുണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അത് വിദ്യാഭ്യാസ മന്ത്രിയെ കൊച്ചാക്കുന്നതിന് തുല്യമാകുമെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് CPIM എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക്, സമവായത്തിലേക്ക് എത്തിയത്? എന്തൊക്കെ ചർച്ചകൾ ഉള്ളിൽ നടന്നു മനീഷ്? ഉന്മേഷ്, അതായത് CPIMന് സാധാരണ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു കീഴ്വഴക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോകുന്ന ഒരു നയമോ നിലപാടോ ഇതിനു മുൻപ് CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വളരെ വിരളം സംഭവങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ചും പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ, പാർട്ടി സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, ആലോചനയിലെ നിലപാടുകളൊക്കെ തന്നെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർക്കുക, അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIMൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്നലെ മുതലുണ്ടായത് അസാധാരണമായ സംഭവമായിരുന്നു. ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന, നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രി, അതായത് ഇന്നലെ വൈകുന്നേരം വരെയും ഈ വിഷയത്തിന് ഒരു തരത്തിലുമുള്ള അനുരഞ്ജന, ഒരു സമവായ നീക്കത്തിലേക്ക് പോകാനുള്ള ആലോചന യോഗങ്ങൾ നടന്നില്ല എന്നത് ഇന്നലത്തെ രാത്രിയിലത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ തലസ്ഥാനത്തേക്കുള്ള യാത്ര ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിലും ഏറെ ഉദാഹരണമാണ് SFIയുടെ കാർഷിക സർവകലാശാലയെ ബന്ധപ്പെട്ട വിഷയത്തിൽ SFI സമരം കടുപ്പിക്കുന്നു എന്ന വിഷയം. അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കൂടിയാലോചനയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു സംസ്ഥാന സെക്രട്ടറി ചർച്ചകൾക്കായി ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തിയതും രാവിലെ 9 മണിക്ക് ഓഫീസിലേക്ക് എത്തിയതും. അസാധാരണമായി ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കുന്നു, മുഖ്യമന്ത്രി തന്നെ എത്തുന്നു. ഏറെ തിരക്കുള്ള ഒരുപാട് പരിപാടികളുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അതായത് നെല്ല് സംഭരണ വിഷയമടക്കം ചർച്ച ചെയ്യുന്നു, ക്യാബിനറ്റ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് ഒട്ടേറെ പരിപാടികളുള്ളൊരു വിഷയത്തിൽ അന്ന് CPIMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ തന്നെ CKG സെന്ററിൽ കൂടുന്നു. അതിനുശേഷം CPIയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തീവ്രമായ നിലപാടെടുത്ത CPI എങ്ങനെ മെരുക്കാം, അങ്ങനെ CPI മെരുക്കാൻ ഉപയോഗിച്ച ഒരു മയക്കുവെടിയായിരുന്നു ഇത്. മരവിപ്പിക്കാനുള്ള ഒരു ധാരണാപത്രം മരവിപ്പിക്കാനുള്ള നീക്കവുമായി CPIM രണ്ടാമത്തെ ഉപാധി എന്ന രീതിയിൽ CPIക്ക് മുന്നോട്ട് വെച്ചത്. അതിന്റെ കരട് CPIക്ക് അത് നൽകുകയും ചെയ്തു. ഇനി അറിയേണ്ടത് സാങ്കേതികമായി എങ്ങനെയാണ് ഈ മരവിപ്പ് ധാരണാപത്രം മരവിപ്പിക്കുന്നത്, എങ്ങനെ സാങ്കേതികമായി അതിന്റെ തുടർ നടപടികൾ എന്താണ്? മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് മാറുകയാണോ, അതോ അത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണോ? തുടർ നടപടിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അത് സംബന്ധിച്ചുള്ള സാങ്കേതികത്വം എന്താണെന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാത്രമേ ഉരുത്തിരിയുകയുള്ളൂ. ഇത് സംബന്ധിച്ച് CPI നിലവിൽ അവർക്ക് ലഭിച്ച കരട്, ഇത് സംബന്ധിച്ച ഈ ധാരണാപത്രത്തിലെ കരട് രേഖ അല്ലെങ്കിൽ ആ കത്ത് പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും തരത്തിൽ തങ്ങളെ സമാധാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തൽക്കാലം മെരുക്കാനുള്ള ഉപാധിയായി CPIM കാണുന്നുണ്ടോ? അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കം CPIM ഉള്ളിൽ കാണുന്നുണ്ടോ എന്ന സംശയം CPIക്കുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളടക്കം അത് CPIയുടെ ജനറൽ സെക്രട്ടറിയോടക്കം ഇതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ജനറൽ സെക്രട്ടറി മുൻകൈയെടുത്ത ഒരു പ്രാതൽ ചർച്ച കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കിയ, വലിയ കൊള്ളത്തിനിടയാക്കിയ ഒരു വലിയ തർക്കത്തിൽ നിന്നും അത് മഞ്ഞുരുകുന്ന നിലയിലേക്ക് എത്തിയ രീതിയിലേക്ക് എത്തുന്നു. ഉമേഷ്, ശരി. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗം ആരംഭിക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.